പൊട്ടടിക്കാൻ പോവല്ലേ? അപ്പൊ പോവാ. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. ഞാൻ സഖാവാണ്. മുട്ടടിച്ചു, മകനും മുട്ടടിച്ചു. ഞാൻ വിചാരിച്ച് സഖാവ് ജയിക്കുന്നു, പക്ഷെ സഖാവ് തോറ്റു. അതുകൊണ്ട് ഞാൻ മുട്ടടിച്ചു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ഞാൻ സഖാവാണ്, വാക്ക് പറഞ്ഞത് പാലിക്കുമെന്ന്. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. ഞാൻ സഖാവാണ്. നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഇതിൽ പറയുന്ന ആ 8 വയസ്സുകാരനായിട്ടുള്ള കുട്ടി സഖാവാണ് എന്റെ കൂടെ ഉള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ഫാൻ ബേസ് ഇന്ന് ഈ 8 വയസ്സുകാരൻ ഉണ്ടായിട്ടുണ്ട്. 3ാം ക്ലാസ്സുകാരനാണ്. സത്യത്തിൽ സേനെ, എന്താണ് ഈ മുട്ട അടിക്കാൻ കാരണമായിട്ടുള്ളത്? ഞാൻ വിചാരിച്ച് സഖാവ് ജയിക്കുന്നു, പക്ഷെ സഖാവ് തോറ്റു. അതുകൊണ്ട് ഞാൻ മുട്ടടിച്ചു. നിങ്ങളെ മാമനായിരുന്നില്ലേ ഇവിടെ മത്സരിച്ച്? ജയിക്കുന്നതായിരുന്നു പ്രതീക്ഷ അല്ലേ? ആരേറ്റവും പറ്റി വെച്ചത്? ഇപ്പച്ചി എന്താ പറഞ്ഞേ? ഇപ്പച്ചി മമ്മയോട് പറഞ്ഞ് പെറ്റി വെച്ചോട്ടാ, അമ്മമ്മ നോക്കിക്കോട്ടാ. എന്താ ഉണ്ടായി? ചെങ്ങായിമാരൊക്കെ കളിയാക്കിയാ? ഇല്ല, അതിന്റെ പകരം ഞങ്ങളെ പാർട്ടി തോറ്റോണ്ടുള്ള സങ്കടം. വലിയ സങ്കടമായിരുന്നു അല്ലേ? എന്നാലും പാർട്ടി ഒന്നും വിടൂല. പാർട്ടി ഞങ്ങൾ ഇതന്നെ സാധനം. കട്ട സഖാവാണ്. എന്റെ ചെങ്ങായിമാരായിരിക്കും സഖാക്കളുള്ളത്? അയാസ്, അയാന്, അഫുലു, റഫു, പിന്നെ അയാന്. കിടിലൻ ടീമാണോ ഇവിടുത്തെ? വീഡിയോ ചിത്രീകരിച്ച നമ്മുടെ സിയാന്റെ ഉപ്പ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഉപ്പയും മുട്ടടിച്ചു, മകനും മുട്ടടിച്ചു, ആ ബെറ്റിന്റെ കഥ എങ്ങനെയാണ്? സംഭവം ഞാൻ വെറുതെ ഒരു രസത്തിന് വെറുതെ ചോദിച്ചതായിരുന്നു. അപ്പൊ അവനത് സീരിയസ് ആയിട്ട് എടുത്ത് അതിനേക്കാൾ കൂടുതൽ ഫാമിലി ഗ്രൂപ്പിലിട്ടപ്പോൾ തോറ്റപ്പോൾ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ചോദിച്ചു എവിടെ ജയാന്റെ മുട്ട വെയിറ്റ് ചെയ്തിട്ടാണ്. ഞാനത് അവനോട് പറഞ്ഞു, ഇങ്ങനെ എന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, മുട്ട അടിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴവൻ പറഞ്ഞു എന്ത് മുട്ടടിക്കുക, ഞാൻ സഖാവാണ്, ഞാൻ വാക്ക് പാലിക്കുന്നത്. അതവന് ശ്രദ്ധിച്ചിട്ടില്ല. ആ സാധനം വീഡിയോ എടുത്തു. പിന്നെ വരുന്നത് പിന്നെ ഞങ്ങൾ വീഡിയോ ഓൾറെഡി അവൻ പറഞ്ഞപ്പോൾ അവൻ പോസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തതാണ്. പിന്നെ അങ്ങനെ വൈറലായി എല്ലായിടത്തും. എല്ലാവരും ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഈ വീഡിയോ. ബിനീഷ് കൊടിയേറ്റ് സിജിൻ MLA ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സഖാക്കളും ആശംസകൾ അറിയിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും ഒരു ടീമാണ്. ഇവരെല്ലാവരും അവർ കുറേ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന ടീമുകളാണ് ഇവിടെ, പോസ്റ്റർ ഒട്ടിക്കാനും മറ്റുമൊക്കെ. അപ്പോൾ വേറെ വലിയ അത്ഭുതം ഉണ്ടാക്കിയ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാർഡിലൂടെ മത്സരിച്ചപ്പോഴും പരാജയം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അവർ ഇതിൽ വിട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിപ്പോൾ ഇതിൽ മത്സരിക്കുമ്പോൾ ഇവർ സജീവമായിട്ട് ഇറങ്ങി, പക്ഷേ പരാജയപ്പെട്ടു. അപ്പോൾ കുറച്ച് ഇന്നലെയൊക്കെ ഞങ്ങൾ വെറുതെ ചോദിച്ചു, ഇനിയിപ്പോൾ എപ്പോഴും തോൽക്കണമെന്ന് തോന്നുന്നു, പാർട്ടി ഒന്ന് മാറിയാലോ. അപ്പോൾ ഞങ്ങൾ പാർട്ടി വിട്ട് കളിയില്ല, ഞങ്ങൾ തിരിച്ചു വരുന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റ് എപ്പോഴും അവർ പറയും. അത് ഭയങ്കര സന്തോഷം. കുട്ടികൾക്ക് ഒരു ആവേശമാണ് അതൊക്കെ. സന്തോഷം എന്തായാലും എല്ലാവരും അറിഞ്ഞതിൽ സന്തോഷം. ഒരുപാട് സഹാക്കൾ ആശംസകൾ അറിയിച്ചു. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുന്നതും മറ്റുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറലാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായാലും അവർക്ക് തോറ്റതിലുള്ള ആ സങ്കടം കുറേയൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ മെസ്സേജ് ഒക്കെ അയച്ചപ്പോഴേ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് നമ്മൾ തിരിച്ചു വരും മക്കളെ എന്നാണ് അതിന്റെ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. അതെ എല്ലാവരും നമ്മുടെ ഇവര് പറഞ്ഞത്, ബിനീഷ് കൊടിയേരി പറഞ്ഞത് അവനവന്റെ നിലപാട് വ്യക്തമാക്കി. ഞാൻ സഖാവാണ്, ഞങ്ങൾ എന്ത് ചെയ്യില്ല, വാക്ക് പാലിക്കും, അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറ്റി പറയില്ല എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ സത്യത്തിൽ അവന് വെറുതെ ഒരു കോമൺ ആയിട്ടാണ് പറഞ്ഞൊരു കാര്യമാണ്. ഇയാളുടെ മനസ്സിൽ ആ സാധനം സ്പിരിച്വൽ സാധനം. തീർച്ചയായിട്ടും ഒരു വാക്ക് പാലിക്കും എന്നുള്ള അവരുടെ ഒരു നല്ലൊരു സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം അനുസരിച്ച് കുറെ ആളുകൾ പ്രോത്സാഹിപ്പിച്ചു. അത് പാർട്ടി ഒന്നും നോക്കാതെ തന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ടായ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ഞാൻ സഖാവാണ്, വാക്ക് പറഞ്ഞത് പാലിക്കുമെന്നുള്ളത്. അത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ കൂടുതൽ ദൃഢയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ചർച്ചയാകുന്ന ഒരു കുട്ടി സഖാക്കളുടെ കൂട്ടം തിരൂരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കർലായ്ക്കൊപ്പം സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കേരളത്തിലെ സഖാക്കളോട് പറയാനുള്ളത്? ടെൻഷൻ ആവണ്ട, ഉറപ്പാണ്.